Watch full episodes on Jio Hotstar. എന്റെ ഡൈനിങ് ഏരിയയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇരിക്കൂ. മഹാറാണി വിജയിക്കട്ടെ. മഹാറാണിയെ ഈ വാർത്ത അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷണം ഗോൾഡ് ഈസ് ബോൾഡ്. മഹാറാണി ഇപ്പോൾ വിജയിക്കാൻ പോവുകയാണ്. സയന്റിസ്റ്റ്, നീ എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇത് നോക്ക്, ഇവരെ എല്ലാം ശ്രദ്ധിച്ചോളണം. ഇവരെല്ലാം ഇന്ന് നമ്മുടെ വിരുന്നുകാരാണ്. മോട്ടുവും പത്ലുവും പിന്നെ സുഹൃത്തുക്കളും. ഹലോ സയന്റിസ്റ്റ് സർ, എന്റെ വലിയേട്ടനും ഫുർഫുറി നഗരത്തിലെ വലിയൊരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ നല്ല രസമായിരിക്കും. മഹാരാജാവേ, ഭക്ഷണത്തിന് മുമ്പുള്ള അങ്ങയുടെ ഇഞ്ചക്ഷനുള്ള സമയമായിരിക്കും. വേണ്ട 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 വേണ്ട, ഇന്ന് നമുക്ക് ഒരു ഇഞ്ചക്ഷനും വേണ്ട. ഇത് എടുത്താ നമുക്ക് വേദന എടുക്കും. ഇല്ല മഹാരാജാവേ, ചില മരുന്നുകൾ ആദ്യമൊക്കെ വേദനിക്കും. പക്ഷെ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ മഹാരാജാവിന്റെ അസുഖം ഭേദമാവുകയുള്ളൂ. മനസ്സിലാക്കിയാലും കുറച്ച് ഭേദമായിട്ടുണ്ട്. ശരിയാ, എങ്കിൽ നടക്കട്ടെ. ഇനി ഞാൻ ഉറങ്ങാൻ പോവുക. അല്ല മോട്ടു പത്ലു, ഇന്ന് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വിരുന്നുകാരാണ്. അതായത് ഞങ്ങളുടെ വിരുന്നുകാരെ ഞങ്ങൾ ദൈവത്തിന്റെ രൂപത്തിലാണ് കാണാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് ലഞ്ച് കഴിക്കാനായി അനുവാദം ചോദിക്കുകയാണ്. ഓടിച്ചെടുത്തല്ലോ, ഇവരുടെ എന്ത് നല്ലൊരു സംസ്കാരമാണ്. ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാന്നേ. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. റാണി മാഡം, ഭക്ഷണം കഴിക്കാൻ പോവല്ലേ? അതിനെന്തിനാ ഈ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യം? തീർച്ചയായും ആവശ്യമാണ്. അതായത് കഴിക്കാൻ പോകുന്നത് നിങ്ങളല്ല, ഞങ്ങളാണ്. അതായത് ചുറ്റി ചുറ്റി കഴിക്കാൻ പോവുകയാണ്. മനുഷ്യമാംസം വളരെ രുചിയേറിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ടേസ്റ്റി, യമ്മി. എന്റെ അമ്മോ മഹാറാണി മാഡം, ഞാനിത് മനുഷ്യനായതുകൊണ്ട് പറയാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യരുടെ ഇറച്ചിക്ക് യാതൊരു സ്വാദും ഉണ്ടാവില്ല. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മഹാറാണി മാഡം, നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഭക്ഷിക്കാൻ സാധിക്കില്ല. ഏതാണ് ഈ ചെറിയ കുട്ടി? ഈ സൈഡ് ഹീറോയെ സൈഡിലേക്ക് അയക്കൂ. നിങ്ങൾക്കൊരിക്കലും നല്ല കൂട്ടുകാരാകാൻ കഴിയില്ല. തീർച്ചയായിട്ടും പറ്റും എന്റെ റാണി മാഡം. മനുഷ്യർക്ക് നല്ല കൂട്ടുകാരായി തീരുവാൻ പറ്റും റാണി മാഡം. വേണമെങ്കിൽ നിങ്ങൾ സ്വർണ്ണ മത്സ്യത്തോട് ചോദിക്കൂ. ഇതൊരു സാധാരണ മത്സ്യം, ഇതിനോട് എന്തു പോയി ചോദിക്കാനാ? റാണി മാഡം, അപ്പൊ നിങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുകയാണോ? ഞങ്ങൾ ഈ സ്വർണ്ണ മത്സ്യത്തിനെ കറുപ്പ് പെയിന്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഈ ഒക്ടോ വേൾഡിൽ അതിനെ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. കണ്ടു നോക്കൂ, ഇതിന്റെ പെയിന്റ് ഇങ്ങനെ കഴുകി കളഞ്ഞാലേ ഇതൊരു സ്വർണ്ണ മത്സ്യമായി മാറും. ഇവന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് സത്യത്തിൽ ഒരു ഗോൾഡ് ഫിഷ് ആണല്ലോ. ആഹാ സയന്റിസ്റ്റ്, ഈ ഗോൾഡ് ഫിഷിനെയും മറ്റുള്ള ഗോൾഡ് ഫിഷിന്റെ കൂടെ തുറങ്ങിലടക്കൂ. വേണ്ട, ഈ കുട്ടിയെ നീ വേഗം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. പിന്നെ ഈ ഗോൾഡ് ഫിഷിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. സ്വർണ്ണ മത്സ്യമേ, ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും. സോറി പത്ലു, സോറി, എന്റെ വാക്കുകളൊക്കെ തെറ്റിപ്പോയി. ഇവിടെയുള്ളവരൊക്കെ നമ്മള് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ മോട്ടു, ഇപ്പൊ നീ എല്ലാം മറന്ന് ഫുൾ സ്പീഡിൽ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേ.
അവരെ പിടിക്കൂ, വിടരുത്. എല്ലാരെയും പിടിച്ച് ഒക്ടോസറസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. വലിയേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒക്ടോസറസിനെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. എന്നെ വിടൂ, എന്നെ വിട്. എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. എന്ന് ഗോൾഡ് വിഷുകളുടെ കൂടെ കിടക്ക്. എന്നെ രക്ഷിക്കൂ. ഞാൻ എവിടെയാണ്? ഇതേതാ സ്ഥലം? സുൻഹരി, അല്ല, ഞാൻ ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളുടെ സ്ഥലത്തേക്കാണോ വന്നത്? അമ്മേ, അച്ഛ, നിങ്ങളാണോ? ഏഹേ, അവസാനം നമ്മൾ എല്ലാവരും ഒത്തുചേരുന്നു. ആദ്യം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. ഒക്ടോസറസ് ഇവിടുത്തെ ജയിലറിന്റെ പേരാണ്. എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ എന്തിനാ ബന്ധിതനാക്കുന്നത്? വരില്ല, ഞാൻ ഒരിക്കലും വരില്ല, വരില്ല, ഞാൻ വരില്ല. എന്നാ നോക്കി നിക്കണേ, എടുത്തിട അവന്മാരെ അകത്തോട്ട്. ഓഫോ, പല ജനലുകളിൽ കൂടെ അകത്താക്കവരെ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. എന്റെ രോഗികളാണ് സത്യം. എനിക്കിത് കണ്ടിട്ട് ജയില് പോലെ തോന്നുന്നില്ല കൂട്ടുകാരെ. ആ ഭടന്മാരൊക്കെ നമ്മളെ ആവശ്യമില്ലാതെ പേടിപ്പിച്ചതാ തങ്ങളെ. എനിക്കിവിടെ ആ ജയിലർ ഒക്ടോസറസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. വലിയേട്ടാ, ഞാൻ ഈ മലമുകളിൽ കയറി ഒന്ന് നോക്കട്ടെ. നിക്കോ, ഞങ്ങളും വരാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, ഞാനപ്പോ ഇഡ്ലിക്ക് തൊട്ടുകൂട്ടാനുള്ള ചട്നി ആവല്ലോ. മമ്മി, രക്ഷിക്കണേ. എന്റെ അത്തിപ്പാറ അമ്മഞ്ഞേ. പത്തലോ, എനിക്കിവിടുന്ന് നോക്കിയിട്ട് ഒരു ഒക്ടോസറസിനെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. പത്തലു, ഇവിടുന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നിക്കേ, ഞാൻ താഴോട്ട് വരാം കേട്ടോ. സ്ലൈഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പത്തലു, എനിക്ക് തോന്നുന്നത് മുമ്പില് ഗുഹയാണെന്നാണ്. ഞാനൊന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാം. പത്തലു, ഈ ഗുഹയ്ക്കകത്ത് ഭയങ്കര ഇരുട്ടാണല്ലോ. മോട്ടു ഓടിക്കോ, അത് ഗുഹയൊന്നും അല്ല, അതിന്റെ വായാണ്. പത്തലു, എന്തായാലും നന്നായി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നല്ലോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നേ. എന്റെ മോട്ടു, ഇത് ഗുഹയൊന്നും അല്ല, ഒക്ടോസറസിന്റെ വായാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, നമ്മൾ ഇതിന്റെ വായിലേക്കാ പോകാൻ പോകുന്നേ. എന്താ, നമ്മളെല്ലാവരും ഒക്ടോസറസിന്റെ വായിനകത്തുന്നോ? ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോവാ? പത്തലു പറ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കല്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഒക്ടോസറസിനെ ഇക്ലിയാക്കാം. ആ സമയത്ത് ഒക്ടോസറസ് ചിരിക്കില്ലേ? ആ സമയത്ത് നമുക്കെല്ലാവർക്കും പുറത്തേക്ക് പോകാം. റെഡിയാ?
പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം. പത്തില് ഞാൻ കുറെ നേരം നീന്തിക്കൊണ്ടിരിക്കുക, പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നില്ലല്ലോ. ഇനി ഇവിടെയും വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? എന്റെ മോട്ട് വീണ്ടും നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നേ. പിന്നിലേക്കൊന്ന് നോക്ക്. നന്നായി നിങ്ങൾ എന്റെ പിടിയിൽ വന്നത്. ഞാനും നിങ്ങളെ തിന്നാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. എന്റെ കൺവെട്ടത്താണെങ്കിൽ നിങ്ങൾ വന്നേയില്ല. ഇപ്പോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഞാൻ എന്താ നിങ്ങളെ ഇപ്പോ അങ്ങോട്ട് തിന്നോട്ടെ. നോ പ്രോബ്ലം. ഞാൻ അത്ര വാക്കുകളൊന്നും പാലിക്കാറേ ഇല്ല. പെർമിഷൻ എടുക്കാതെ കൂടെ ഞാൻ കഴിക്കാറുണ്ട്. ആർക്കും മൂക്കിനും അറിയ പോലുമില്ല. സേനാപതി, അത് മൂക്കിനുമല്ല, ചെവിക്കുമാണ്. ഒരു പഴഞ്ചൊല്ലിൽ എന്തായിരിക്കണേ? ഞാനാണെങ്കിൽ റാണി മാഡത്തിനോട് പറയും ഗോൾഡ് ഫിഷിന്റെ ഒരു കൂട്ടം വന്നു, എന്നിട്ട് നിങ്ങളെ എല്ലാരെയും അവരുടെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന്. സ്റ്റോറി അവിടെ തന്നെ ക്ലോസ്. എന്റെ അമ്മോ, ഞങ്ങള് ആകാശത്തുനിന്ന് വീണവരാണ്. ഞങ്ങള് മനുഷ്യരാണ്. പത്തിലോ, ഇനി നമ്മളൊക്കെ എന്താ ചെയ്യാ? ഐഡിയ. എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് പോക. ഒക്ടോപ്പയെ ലോക്ക് ചെയ്യ്. കറങ്ങ്, തിരിയ്, മറിയ്, തിരിയ്, കറങ്ങ്. Octopus, with your permission. അവൻ പണ്ടാരടങ്ങി പോയി. പത്ലു, സ്വർണ്ണ മത്സ്യത്തിനെ സഹായിക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഓട്ടോ ജാക്സനെ രക്ഷിച്ചേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാ മോട്ടു. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഈ കൊട്ടാരത്തിനകത്തേക്ക് പോകണം. കാരണം ഒക്ടോ ജാക്സൺ ഈ കൊട്ടാരത്തിനകത്തല്ലേ ഉള്ളത്. വരൂ. മഹാറാണിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്റെ പരീക്ഷണം തീരാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. വന്നിരിക്കൂ. ഞാൻ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. 4 ദിവസം പകല് പോലുള്ള വെളിച്ചം പിന്നീട് ഇരുട്ടും. എന്റെ ഗോൾഡൻ കളർ എന്താണ് ചെയ്യുന്നത്? ഇല്ല ഇല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മഹാറാണി, ഈ കാര്യം നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം. നിങ്ങൾ ഗോൾഡൻ ഒക്ടോപ്പസ് ആകണമെന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ നിങ്ങൾ വെറും ബലിയാട് മാത്രമാണ്. എന്റെ പരീക്ഷണത്തിനുള്ള ബലിയാട്. നിങ്ങളെ സ്വർണ്ണ നിറത്തിലാക്കാമെന്നൊക്കെ പറഞ്ഞ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചെടുക്കുകയായിരുന്നു. ഇനി ഞാനാണ് മാറാൻ പോകുന്നത്. ഈ സമുദ്രത്തിലെ സ്വർണ്ണ നിറത്തിലുള്ള ഒക്ടോപ്പസ് ഞാനാണ്. ഇവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്ക്. നീ ഒരു വിശ്വാസവഞ്ചകനാണ്. എന്നെ ദ്രോഹിയെന്നോ വിശ്വാസവഞ്ചകനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പോകൂ, അവരുടെ കൈകൾ കൂട്ടിക്കെട്ടു. വേണ്ട. നാല് ദിവസം പകൽ പോലുള്ള വെളിച്ചം പിന്നീട് രാത്രിയാകും. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നീ കയറി കളിക്കാൻ പാടില്ല. അറ്റാക്ക്! അവരെ പിടിക്കുക. എന്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് പാഴായി പോകുന്നത്. ആ ഗോൾഡ് ഫിഷുകളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കൂട്ടുകാരെ, മോട്ടുവും പത്ലുവും നമ്മൾക്കെല്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇപ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ അവരെ രക്ഷിക്കണം. വരൂ, നമുക്ക് പോയി സഹായിക്കാം. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഈ കടലിന്റെ മഹാരാജാവ് ഞാനായി മാറണം. അവരെ പിടിക്കുക.
നിങ്ങളോടെല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, ദുഃഖമാണ് തോന്നുന്നത്. നമ്മുടെ രാജാവിന്റെ നില അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തിന് ഒരുപാട് നാൾ ജീവനോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം ഞാൻ ചെയ്തു കഴിഞ്ഞു. മഹാറാണിയെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഈ കടൽ രാജാവിന്റെ ഉത്തരവാദിത്തം ഞാൻ കിരീടമണിഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ക്ഷമിക്കണം, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എടോ സയന്റിസ്റ്റ്, നിനക്കിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ടോ? നിനക്കിന്ന് ആ കിരീടം ഒരിക്കലും കിട്ടില്ല. എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നോക്ക് സയന്റിസ്റ്റ്, ഞങ്ങൾ 5 പേര് മാത്രമല്ല, ഞങ്ങളുടെ പട പിന്നിലുണ്ട്. നേരെ നോക്ക്. ഇതാണോ നിങ്ങളുടെ പടയാളികൾ? ഇത്രയും വർഷങ്ങളായിട്ട് അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ എന്നെ ചെറുത്ത് നിൽക്കാൻ വരുന്നത്? സയന്റിസ്റ്റ് ചേട്ടാ, ഇന്ന് നിങ്ങളുടെ എല്ലാ ഭരണവും ഈ സ്വർണ്ണ മത്സ്യങ്ങൾ തല്ലി തകർക്കാൻ പോവുകയാണ്. ആക്രമിക്കൂ! പേടിക്കേണ്ട സ്വർണ്ണ മത്സ്യമേ, ഒറ്റയ്ക്കുള്ള സയന്റിസ്റ്റിനെ എന്തിനു പേടിക്കണം? മോട്ടു അവരൊറ്റയ്ക്കല്ല. അങ്ങനെ ആരാ അവന്റെ കൂടെ ഉള്ളത്? നീ എങ്ങനെയാ ഇവിടെ? ഇത് ഞാൻ വളർത്തുന്ന എന്റെ സ്വന്തം ഒക്ടോപസാ. ഇതിന് എന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഞാൻ വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഇവൻ അനുസരിക്കും. നിന്റെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു, പോയി കഴിക്ക്. അല്ല, എന്തോന്ന് ലഞ്ച്? എങ്ങനത്തെ ലഞ്ച്? പെർമിഷൻ നോട്ട് ഗ്രാൻഡഡ്. ഒക്ടോസറസ്, നീ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങളായിട്ട് തന്നെ തീർത്തോളാം. ഞാനിതൊരു മിണ്ടാപ്രാണികളെ തല്ലിയിട്ടില്ലടാ. പക്ഷെ നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു, എഴുന്നേൽക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോട്ടു? ഇത് കേക്കൂ തിമിംഗലങ്ങളെ, ഇത് കേക്കൂ. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. സയന്റിസ്റ്റ് ഞങ്ങളോടും വലിയ അനീതിയാണ് ചെയ്തത്. അതായത് കുറച്ച് സമോസയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒന്ന് സഹായിക്കേ. അതിനിപ്പോ ഞാൻ സമോസ എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ ചിങ്കം സാറ് വരുമെന്നേ. ചിങ്കം സാറ് പറഞ്ഞുതരല്ല. ചിങ്കം സാറേ, വേഗം പോയി സമൂസ കൊണ്ടുവരൂ. എന്റെ അമ്മോ! ചായക്കട ചേട്ടാ, സമോസയ്ക്ക് നന്ദി. യെസ്, പോവാം. മോട്ടു, സമോസ. നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു അകത്തേക്ക് വേണ്ട.
ചെല്ല്, ചെന്നവനെ കീഴടക്ക. എന്നെ എന്തായി ചെയ്യണേ? പറഞ്ഞ കേൾക്കണില്ലേ? ഇതിന്റെ ഭവിഷ്യത്ത് നീ തീർച്ചയായിട്ടും അനുഭവിക്കും. വിടാനാ പറഞ്ഞ. ആരെങ്കിലും ഉണ്ടോ? അല്ല, അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. അങ്ങനെ ചേരുത്. ഒക്ടോ ജാക്സൺ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ എത്തിക്കഴിഞ്ഞു. വരൂ വരൂ. ഇന്ന പിടിച്ചോ. ഏയ്, ഈ ചിങ്കത്തിനെയാണോ നിങ്ങൾ പിടിക്കാൻ നോക്കുന്നത്? നിങ്ങളൊക്കെ ഞാൻ വെള്ളം കുടിപ്പിക്കും. എന്നാ പിടിച്ചോ. പുട്ട്, കടല, പപ്പടം, പഴംപൊരി. ചിങ്കം സാറേ, നമ്മൾ ഇവരെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു വഴിയാക്കി നോക്ക്. അതെ അതെ, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇവരൊരു ഗോളമാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നല്ലോണം കറങ്ങട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട്? വേഗം പറ പറ പറ. എന്ത്, എന്റെ ഈ ഒക്ടോബസിനെ അവൻ കീഴടക്കിയോ? ഇനി ഞാൻ വേണം എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് നീ ഒന്ന് നോക്ക്. ഓ, എന്താ ഇത്? എന്ത് പണ്ടാരോ ഇത്? ഹോ! വേണ്ട, കാണിച്ചു തരാം. കളിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ചെല്ല്. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങളുടെ ഒക്ടോസറസ് നിലം പതിച്ചിരിക്കുന്നു. ഇനി വന്നോളൂ, ഞാനും നീയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? എന്റെ സ്വപ്നം മുഴുവനും നീ നശിപ്പിച്ചില്ലേ? ഗോൾഡ് വിഷനെ മോചിപ്പിക്കുകയും ചെയ്തു, ഏറ്റവും വലിയ ഒക്ടോപസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വെളിച്ചമേ ഉള്ളൂ. പക്ഷെ നിന്റെയോ ജീവിതം മുഴുവനും ഇരുട്ട് മാത്രമായിരിക്കും. ഇല്ല. മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വളരെ അത്യാഗ്രഹിയായിരുന്നു. എന്നാൽ നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയത്. പിന്നെ സ്വർണ്ണമീനുകളെ, നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. മോട്ടു പത്ലു, നിങ്ങൾ ചെയ്ത സഹായത്തിന് എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളാണ് ഒത്തിണക്കിയത്. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരണേ. ഉറപ്പായിട്ട് വരും ഒക്ടോ, തീർച്ചയായിട്ടും വരും. പക്ഷേ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് ഡാൻസ് കളിച്ചാലെന്താ? Watch India's largest kids library only on Jio Hotstar. Download the app now.